ഇമെയിൽ ഐഡി എങ്ങനെ ഉണ്ടാക്കാം? നമ്മുടെ ഫോൺ ഉപയോഗിച്ച് 1 മിനിറ്റ് കൊണ്ട് പുതിയ ഇമെയിൽ ഐഡി ഉണ്ടാക്കാം. പുതുതായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരു പുതിയ ഐഡി ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇതിനായി ജിമെയിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ വരുന്ന സ്ക്രീനിലെ മുകളിൽ ഭാഗത്ത് ഒരു 3 വര കാണാം. ആ 3 വരയിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഏറ്റവും താഴെ ആഡ് അക്കൗണ്ട് കൊടുക്കുക. ദെൻ ഗൂഗിൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേര് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരിക. ഇത് പ്രോസസ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ ഒരു സ്ക്രീൻ വരും. അതിൽ നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കാം. അതിൽ പേഴ്സണൽ യൂസ് എന്ന് കൊടുക്കുക. പിന്നെ പേര് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പേര് എൻ്റർ ചെയ്ത് കൊടുക്കാം. സർനെയിം ഓപ്ഷനിലാണ്, അത് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അസീന, സർനെയിമിൽ മോൾ എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പേര് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായി നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പണായി വരും. അവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഏത് ഡേറ്റ്, മാസം, വർഷം എല്ലാം കൊടുക്കുക. അതിനുശേഷം ജെൻഡർ സെലക്ട് ചെയ്യുക. മെയിൽ, ഫീമെയിൽ അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ജിമെയിൽ അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു പേജ് ഓപ്പണായി വരും. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ജിമെയിൽ അഡ്രസ്സ് കൊടുക്കാം. അല്ലെങ്കിൽ അവിടെ നിന്നും ഓൾറെഡി വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക. ഞാനിവിടെ അങ്ങനെ ഒരു ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്തു. നെക്സ്റ്റ് കൊടുത്തു. ഇങ്ങനെ കൊടുക്കുമ്പോൾ പാസ്വേഡ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കുക. അതുപോലെ നമ്മൾക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു പാസ്വേഡ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം പാസ്വേഡ് നമുക്ക് പിന്നീട് ഈ അക്കൗണ്ട് ഉപയോഗിക്കുമ്പോൾ ആവശ്യം വരുന്ന ഒന്നാണ്. അപ്പോൾ പേര് കൊടുക്കുക. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഡേറ്റ് ഓഫ് ബർത്തോ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും നമ്പേഴ്സ്, കാര്യങ്ങൾ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരും. അങ്ങനെ വരുന്ന എന്തെങ്കിലുമൊക്കെ ഒരു പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു പേജാണ് ഓപ്പണായി വരിക. അത് നമുക്ക് വേണമെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കാം. അല്ലെങ്കിൽ ഏറ്റവും താഴെയായിട്ട് സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ വരും. അവിടെ സ്കിപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമ്മുടെ ഒരു അക്കൗണ്ടിൻ്റെ ഒരു പ്രിവ്യൂ നമുക്കവിടെ കാണാൻ കഴിയും. അതിനുശേഷം ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ ഒരു പേജ് ഓപ്പൺ ആകും. അവിടെ ഐ എഗ്രി എന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത്.